മിഷൻ 25 രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ പ്രഖ്യാപിച്ചു. അതിലേറ്റവും പ്രധാനമായി അവർ പറയുന്ന 2 കോർപ്പറേഷനുകളാണ്. ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 100 സീറ്റിൽ ഏകദേശം 35 സീറ്റുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തരാതരം പോലെ അവർ വരും എന്ന നിലയിലേക്ക് വന്നതാണ്. എന്തായാലും ഇപ്രാവശ്യം അത്ര കിട്ടിയിട്ടില്ല, ചെറിയൊരു വ്യത്യാസം വന്ന് കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി. അടുത്ത പ്രാവശ്യം വി മുരളീധരനെയോ ശോഭാ സുരേന്ദ്രനെ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി ആയി, അതുകൊണ്ട് ഇനി ഒരു കോർപ്പറേഷനിൽ കൊണ്ട് നിർത്തുമെന്ന് അറിയില്ല. എന്തായാലും വി മുരളീധരനെയോ അല്ലെങ്കിൽ വി രാജേഷിനെയോ മഹേശ്വരൻ നായരെയോ അതുപോലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ BJPയുടെ നേതാവിനെയോ ഒക്കെ വെച്ചുകൊണ്ടുള്ള, നേമത്തു നിന്നുള്ള നേതാവിനെയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു എന്തായാലും പുരുഷനായിരിക്കും ആയിരിക്കുമല്ലോ, മിക്കവാറും പുരുഷനായിരിക്കും. അങ്ങനെയാണെങ്കിൽ മേയറെ ഒരു കളി കളിച്ച് തിരുവനന്തപുരം പിടിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ഒരു പക്ഷേ അത് നടന്നേക്കാം. കാരണം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു ഇലക്ഷൻ മെക്കാനിസം നടത്തി നല്ലൊരു മേയറെയൊക്കെ വെച്ച് ബഹളം ഉണ്ടാക്കിയാൽ തിരുവനന്തപുരം ചിലപ്പോൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വളരെ കുറച്ച് സീറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ തിരുവനന്തപുരത്ത് അവർക്ക് ഇനി ജയിക്കാൻ. അതാണ് തിരുവനന്തപുരത്തെ ഒരു കഥ. അതിങ്ങ് എടുക്കും എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഇനി നേരെ തൃശ്ശൂരിലേക്ക് പോയാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വലിയൊരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് ആൾറെഡി. അതുകൊണ്ട് ചില മണ്ഡലങ്ങൾ, അതായത് അസംബ്ലി മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നു. പത്മജ വേണുഗോപാൽ ചിലപ്പോൾ കാൻഡിഡേറ്റ് ആയിരിക്കും. അവർ ഗവർണറായും മറ്റൊന്നും പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ കാൻഡിഡേറ്റ് ആയിരിക്കും. ഇനി ഗവർണറായി പോയാലും BJP സംബന്ധിച്ചിടത്തോളം മിസോറാം ആണ് വന്ന് തിരുവനന്തപുരത്ത് നേമത്ത് മത്സരിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. അതുകൊണ്ട് അതൊക്കെ എന്ത് സംഭവിക്കാം. എന്തായാലും പിന്നെ പത്മജ വേണുഗോപാലിൻ്റെ പേരും തൃശ്ശൂരിൽ കേൾക്കുന്നു. ഇനി അവരെ കോർപ്പറേഷനിൽ ഇറക്കുമോ അതോ MLA ആയിട്ട് ഇറക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും രണ്ടായാലും പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ ഇറങ്ങുകയാണെങ്കിൽ അതിനൊരു സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. തൃശ്ശൂർ കോർപ്പറേഷനും അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ BJPയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളതാണ്. തിരുവനന്തപുരവും തൃശ്ശൂറും പേരിൽ ഒരു T ഉണ്ട് കേട്ടോ, രണ്ടിൻ്റെ തുടക്കത്തിൽ. ഇനി വല്ല പൂജയൊക്കെ നടത്തിയിട്ടുണ്ടോ നമുക്കറിയില്ല. എന്തായാലും വല്ല പ്രശ്നം വെച്ചൊക്കെ കിട്ടിയിട്ടുണ്ടോ അറിയില്ല. എന്തായാലും 2 കോർപ്പറേഷൻ പിടിച്ചിരിക്കും. പിന്നെ പാലക്കാട് കോർപ്പറേഷൻ ആൾറെഡി ഉണ്ട്. അവിടെ ചില സന്ദീപ് വാര്യർ ഫാക്ടർ ഉണ്ടോ, അതുപോലെ തന്നെ അവിടെ നമ്മുടെ ചില നേതാക്കളൊക്കെ പിണങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അവിടെ. എന്നാൽ പോലും കൃഷ്ണകുമാർ ഇപ്പോൾ പിണങ്ങിയാൽ കൃഷ്ണകുമാറിൻ്റെ സ്ഥാനം താഴേക്ക് പോയി, ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡൻ്റായി. അപ്പോൾ ഇനിയിപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഫാക്ടർ അവിടെ വരുമോ? പിന്നെ ശിവരാജൻ ഫാക്ടറി, ശിവരാജൻ നിർവാഹക സമിതി എന്നൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ശിവരാജൻ ഫാക്ടറി വരുമോ? അപ്പോൾ പാലക്കാട് ഒരുപാട് ഫാക്ടേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാലക്കാട് ഇനി നിലനിർത്തുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ പിന്നെ കൊല്ലമാണ്. കൊല്ലത്ത് അവർ ശക്തമായി ആലോചിക്കും. പക്ഷേ എങ്കിലും കൊല്ലത്ത് വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. അവിടെ CPMന് വലിയ അപ്പർ ഹാൻഡുള്ളൊരു കോർപ്പറേഷനാണ്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല കൊല്ലം. എന്തായാലും ഈ ഒരു 5 കോർപ്പറേഷനുകൾ ഞങ്ങൾ പിടിച്ചിരിക്കും. പിന്നെ ഒരു 400 പഞ്ചായത്തുകളാണ് അവർ പറയുന്നത്. 400 ഗ്രാമപഞ്ചായത്തുകൾ, 5 കോർപ്പറേഷനുകൾ, പിന്നെ കുറേ ബ്ലോക്ക് പഞ്ചായത്തുകൾ. ജില്ലാ പഞ്ചായത്ത് എന്തായാലും പിടിക്കുമെന്നൊരു കാഴ്ചപ്പാട് പറയുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്തുകളെക്കുറിച്ചും ഒരു ധാരണ വരുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ 400 എന്ന് പറഞ്ഞാൽ 1000ൽ 400 പിടിക്കുമെന്ന് പറഞ്ഞാൽ 40%. അങ്ങനെ പിടിക്കാൻ പറ്റിയാൽ BJPക്ക് പല അത്ഭുതങ്ങളും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലൂടെ കാണിക്കാൻ പറ്റും. പക്ഷേ അപ്പോഴും ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ തല്ലും ഈ കാണുന്ന ബഹളങ്ങളും ഒക്കെ വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും തൃശ്ശൂറും തിരുവനന്തപുരവും ഇങ്ങെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോഴും എവിടെയും വരുന്നു ഒരു കരക്കമ്പി. സുരേഷ് ഗോപി എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തില്ല എന്നൊരു ചോദ്യമുണ്ട്. മുൻകൂട്ടി പങ്കെടുത്ത പരിപാടികൾ ഉള്ളതുകൊണ്ടാണോ, കേന്ദ്ര നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയാണോ? ഇനി സുരേഷ് ഗോപിക്ക് അങ്ങനെ ഗ്രൂപ്പൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താണ് സുരേഷ് ഗോപി തിരുവനന്തപുരം പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ പങ്കെടുക്കാതിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരുപാട് കരക്കമ്പികൾ ഇറങ്ങുന്നുണ്ട്. അതിൽ മനസ്സ് തുറക്കേണ്ടത് സുരേഷ് ഗോപിയാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂറും രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. കോൺസെൻട്രേറ്റ് ചെയ്ത് തിരുവനന്തപുരത്തും പ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. 2 കോർപ്പറേഷൻ ഇങ്ങെടുക്കും. പാലക്കാട് കൂടി ആകുമ്പോൾ 3 ആകും. പിന്നെ എത്ര കോർപ്പറേഷൻ എടുക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. 400 പഞ്ചായത്ത് എന്ന ലക്ഷ്യം നേടുമോ എന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. കാത്തിരുന്ന് കാണാം.